ഹായ് ഓൾ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വേഴ്സ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1-12. The wedding at Cana. On the third day there was a wedding in Cana of Galilee, and the mother of Jesus was there. Jesus and his disciples had also been invited to the wedding. When the wine gave out, the mother of Jesus said to him, "They have no wine." And Jesus said to her, "Woman, what concern is that to you and to me? My hour has not yet come." His mother said to the servants, "Do whatever he tells you." Now, standing there were 6 stone water jars for the Jewish rites of purification, each holding 20 or 30 gallons. Jesus said to them, "Fill the jars with water," and they filled them up to the brim. He said to them, "Now draw some out and take it to the chief steward." So they took it. When the steward tasted the water that had become wine and did not know where it came from, though the servants who had drawn the water knew, the steward called the bridegroom and said to him, "Everyone serves the good after the guests have become drunk, but you have kept the good wine until now." Jesus did this, the first of his signs, in Cana of Galilee, and revealed his glory, and his disciples believed in him. After this he went down to Capernaum, and his mother, his brothers, and his disciples, and they remained there a few days. ഇതിൻ്റെ തന്നെ മലയാളം വേർഷൻ കൂടെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, "അവർക്ക് വീഞ്ഞില്ല." യേശു അവളോട് പറഞ്ഞു, "സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല." അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, "അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ." യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. "ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, "എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ." യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ഇതിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ഭാഗങ്ങളിലേക്കാണ്. ഒന്നാമത്തെ ഭാഗം വാക്യം 3. അവിടെ എന്താ സംഭവിക്കുന്നത്? യേശുവും മാതാവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്, അല്ലേ? ഒന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, "അവർക്ക് വീഞ്ഞില്ല." യേശു അവളോട് പറഞ്ഞു, "സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല." രണ്ടാമത്തെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗം 7-ാം വാക്യമാണ്. അവിടെ എന്താണ്? അവിടെ യേശുവും പരിചാരകരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. "ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ"
എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. ഇതിൽ നമുക്ക് ആദ്യത്തെ സെക്ഷൻ എടുക്കാം. ഏത്? ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് മദർ മേരി. മാതാവും യേശുവും തമ്മിലുള്ള ആ കോൺവെർസേഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഇവിടെ കുറേ പേർക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് യേശു അമ്മയെ കയറി സ്ത്രീയെ എന്ന് വിളിക്കുന്നതെന്ന്. സത്യമല്ലേ? പലർക്കും തോന്നിയിട്ടുള്ള ഡൗട്ടല്ലേ അത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു കാര്യം എടുത്ത് നമ്മൾ ധ്യാനിച്ചാലും അത് ഡയറക്റ്റ് ലോജിക്കൽ തിങ്കിങ്ങിലല്ല നമ്മൾ വായിക്കേണ്ടത്. മനസ്സിലായോ? ഏതൊരു സാധാ ബുക്കും പോലെയല്ല ബൈബിളും ഭഗവത്ഗീതയും ഖുറാനുമല്ല. ഇവയെല്ലാം വായിക്കുമ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഓപ്പൺ ആക്കി വെച്ച് വേണം നമ്മളിതെല്ലാം വായിക്കാൻ. ഏതൊരു റിലീജിയസ് ബുക്കിലാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു ഡെപ്പിക്ഷൻ ഉണ്ട്, അല്ലേ? ഇറ്റ്സ് നോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല, എല്ലാം ഓരോന്നും ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന് നമ്മുടെ ഇന്നർ ഹാർട്ട് അല്ലെങ്കിൽ ആന്തരിക ആത്മാവ് കൊണ്ട് മനസ്സിലാക്കണം ഓരോ വചനവും എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഏത് റിലീജിയനിലുള്ള ബുക്കാണെങ്കിലും, ബൈബിൾ, ഭഗവത്ഗീത, ഖുറാൻ, ഏത് ബുക്കാണെങ്കിലും അത് വായിക്കാനിരിക്കുന്നതിന് മുന്നായിട്ട് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ആന്തരിക നേത്രങ്ങളെ ഒന്ന് തുറക്കാൻ, വചനത്തെ കുറച്ചുകൂടെ ഡീപ്പായി മനസ്സിലാക്കാൻ, ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓഫ് വാട്ട് യു ആർ റീഡിങ്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ജോൺ ചാപ്റ്റർ 2. ഇവിടെ യേശു അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെയും ഒരു ഡെപ്പിക്ഷനാണ് സംഭവിക്കുന്നത്. യേശു അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് വഴി യേശു തൻ്റെ അമ്മയെ അല്ല സ്ത്രീയെ എന്ന് വിളിക്കുന്നത്, നമ്മൾ ഓരോരുത്തരെയുമാണ്. അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ സ്ത്രീയെ എന്ന വേർഡ് യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഡൗട്ട് മാറി കിട്ടിയില്ലേ? അപ്പോൾ യേശു അമ്മയും തമ്മിലുള്ള ആ കോൺവെർസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണത്, സ്ത്രീയെ. എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. കാര്യം എന്താ? യേശുവിനറിയാം യേശുവിൻ്റെ സമയം ഏതാണെന്ന്. ആ സമയത്ത് യേശു നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ഭാഗം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. കാരണം എന്താ? മാതാവിന് കൃത്യമായി അറിയാം എന്ത്? ദാറ്റ് ജീസസ് വാസ് ഗോയിങ് ടു സീ ദ ഗ്രീഫ് ഓഫ് ദ ഫാമിലി മദർ മേരി വാസ് കൺസേൺഡ് അബൌട്ട്, അല്ലേ? മദർ മേരി കൺസേൺഡ് ആയിരുന്ന, മാതാവ് കൺസേൺഡ് ആയിരുന്ന ആ ഫാമിലിയുടെ ആ ഒരു സങ്കടം യേശു കാണുമെന്ന് മാതാവിന് അറിയാമായിരുന്നു. ഇതുകൊണ്ടാണ് പല പ്രസംഗകരും ഇത് പറയാറുള്ളത്, അല്ലേ? മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് യേശുവിലേക്ക് എത്താനുള്ള പെട്ടെന്നുള്ള വഴിയാണെന്ന്, അല്ലേ? യേശുവിലേക്കുള്ള കുറുക്ക് വഴിയാണ് പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പല സുവിശേഷ പ്രസംഗത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലേ? ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ഇൻസിഡൻറ്റ് വഴി യേശുവും മാതാവും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം പരിശുദ്ധ ദേവമാതാവിന് യേശുവിൻ്റെ പ്രവർത്തികളിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്മയുടെ അഡ്വൈസ് സെർവൻസ് അനുസരിച്ചു, അല്ലേ? നെക്സ്റ്റ് വചനത്തിൽ അതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ സെർവൻസ്. പരിചാരകരും യേശുവും തമ്മിലുള്ള ആ കോൺവെർസേഷൻ. യേശു കൽപ്പിച്ചോ, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ. അപ്പോൾ അവരെന്ത് ചെയ്തു?
അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ആ സെക്ഷൻ, ആ സെൻറ്റൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ. അവർ അവയെല്ലാം വക്കോളം നിറച്ചു, ഫുള്ളി നിറച്ചു. 1/4 നിറച്ചു എന്നല്ല, ഹാഫ് നിറച്ചു എന്നല്ല, 3/4 നിറച്ചു എന്നല്ല, അല്ലെങ്കിൽ നിറച്ചതായി അഭിനയിച്ചു എന്നല്ല, അല്ലേ? വക്കോളം നിറച്ചു. അവരുടെ ആ ഒരു വിശ്വാസം നോക്കിക്കേ. യേശു അവരോട് ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, അല്ലേ? എന്തോരം നിറയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ യേശു ഉറപ്പായും എന്തോ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? ഫുൾ നിറച്ചു, വക്കോളം നിറച്ചു. ഇതെങ്ങനെ നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ആവുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? നമ്മളും പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളുടെ വിഷമങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവലാണ് ഈ ഒരു മെഷർമെൻറ്റ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ ഡെപ്പിക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കടങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ദൈവം മാറ്റിത്തരുമെന്ന് ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ അളവ്, അത് 1/4 ഹാഫോ 3/4 അല്ലെങ്കിൽ വിശ്വാസമുള്ളതായിട്ട് അഭിനയിച്ചിട്ടോ കാര്യമില്ല, അല്ലേ? അല്ലെങ്കിൽ വേറൊരു തരം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിക്കും, ദൈവം നടത്തുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള പ്രാർത്ഥന. അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാകോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അവിടെ വിശ്വാസം വക്കോളം ഉണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വിശ്വാസം വക്കോളം നിറച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടില്ലേ? അതാണ് ഈ ഒരു ഭാഗത്തിന് നമ്മൾ ജീവിതവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്ക് ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് സെർവൻസ്. അപ്പോൾ എന്തായിരുന്നു? യേശു കൽപ്പിച്ചു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ എന്ത് ചെയ്തു? അവർ അവയെല്ലാം വക്കോളം നിറച്ചു. അപ്പോൾ ദൈവത്തിന് എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത്? ബ്ലൈൻഡായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് ദൈവത്തിന് ആവശ്യം. ഒരുപാട് ഡൗട്ട് ചോദിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരെ അല്ല ദൈവം അന്വേഷിക്കുന്നത്. ബ്ലൈൻഡായി ദൈവത്തിൽ വിശ്വസിക്കാൻ റെഡി ആയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക. പൂർണ്ണമായ വിശ്വാസം, അതാണ് ദൈവത്തിന് ആവശ്യം, അല്ലേ? കുട്ടികളെ പോലെയുള്ളൊരു വിശ്വാസം, അല്ലേ? ദൈവവചനത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ പോലെ ആകുവിൻ. ദൈവരാജ്യത്തിൽ അവർക്കുള്ള സ്ഥാനത്തെപ്പറ്റി പറയുന്നുണ്ട്, അല്ലേ? നിങ്ങൾ കുട്ടികളെ പോലെ നിഷ്കളങ്കതയുള്ള വിശ്വാസികളാകുവിൻ എന്നാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ മറ്റൊരു കാര്യം ഓർത്തു നോക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ ജനന വാർത്ത ദൂതന്മാർ എന്തുകൊണ്ടായിരിക്കും ആട്ടിടയന്മാർക്ക് നൽകിയത് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അക്കാലത്തും പഠിപ്പും വിവരവുമുള്ള രാജാക്കന്മാരും പല പ്രമുഖ വ്യക്തികളും ഉണ്ട്, അല്ലേ? പക്ഷേ എന്തുകൊണ്ടായിരിക്കും ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഈ സദ്വാർത്ത അറിയിക്കുന്നത്? കാരണം എന്താ? പഠിപ്പും വിവരവുമില്ലാത്ത സാധാരണക്കാരായ ഇവർക്ക് വളരെ ലോജിക്കായിട്ടുള്ള ഡൗട്ടുകളൊന്നും തോന്നില്ല, ശരിയല്ലേ? ഒരുപാട് ബുദ്ധിയൊന്നും പ്രവർത്തിക്കാൻ നിൽക്കില്ല. അവർ കേൾക്കുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കും. അവർക്ക് യാതൊന്നും അല്ലെങ്കിൽ ആരെയും ചോദ്യം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാകില്ല. വളരെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവരായിരിക്കും അവർ. അതുകൊണ്ടാവാം, അല്ലേ? അതേസമയം ഒരു പ്രമുഖ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു രാജാവിനെ അറിയിക്കുകയായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഉറപ്പായിട്ടും അവർ ചോദ്യം ചെയ്യുകയായിരിക്കും ആദ്യമേ ചെയ്യുന്നത്. അതെങ്ങനെ നടക്കും? അതെങ്ങനെ സാധിക്കും? പല പല ചോദ്യങ്ങൾ വരും, അല്ലേ? അപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആദ്യത്തെ സദ്വാർത്ത അറിയിക്കണമെന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ? പൂർണ്ണമായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളുടെ സങ്കടങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തിൽ വേണം
അത് ദൈവം നമുക്ക് മാറ്റിത്തരും. ഒരു നാൾ നമ്മൾ പ്രകാശം കാണും. നമ്മളുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മൾ കരകയറ്റപ്പെടും എന്ന് പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. തുറന്ന ഒരു ഹൃദയം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് വളരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.